നമസ്കാരം. അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞ വാർത്ത എല്ലാവരും കേട്ട് കാണുമല്ലോ. പഴയ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്, ആരും പോയി പെട്ടുപോകരുത്. അറിയാലോ, ആദ്യം നമ്മുടെ സഖാവ് പറയുന്ന ഒന്ന് കേൾക്കാം. സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. 2018 പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ്. വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ്. പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. കേട്ടല്ലോ, എനിക്ക് ചിരിയാണ് വന്നത്. നിങ്ങൾക്കോ? ഇന്നലെ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഡ്രോണുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. കഴിഞ്ഞ 2018 കാലഘട്ടത്തിൽ കോടികളാണ് ഒഴുകിയെത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങൾ, ഇവിടെയുള്ള ആക്ടർമാർ, ഹിന്ദിയിലായിരുന്നാലും ശരി, സിനിമാ മേഖലകളിൽ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിന്നെ അങ്ങനെ കോടികളാണ് ഫണ്ട് കിട്ടിയത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. അതെല്ലാം എന്ത് ചെയ്തു നമുക്കറിയാമല്ലേ, ഒരു കോമഡി പോലെയാണ്. ഇന്നലത്തെ ആ വാർത്ത കേട്ടപ്പോൾ സ്വന്തം സഖാക്കൾ വരെ ഒരു കോമഡി പോലെയാണ് ഡ്രോള് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2018-19 കാലഘട്ടത്തിൽ കിട്ടിയ ആ ഒരു ഡ്രോളല്ല കേട്ടോ, ഒരു ഒന്നൊന്നര ഡ്രോളായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് സഖാക്കൾ വക്കറ്റുമായി ഇറങ്ങിയിട്ടുണ്ട്. അറിയാമല്ലോ അല്ലേ, റേഷൻ കടയിൽ വന്ന അരികൾ എങ്ങോട്ട് കൊണ്ടുപോയി, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത തുണിയും പിന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം മറ്റൊരു സ്ഥലത്ത് കെട്ടിക്കിടന്നു. പിന്നെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും കാശുകളും എടുത്ത് കുറച്ചൊരു വീട് വെച്ചു, ചിലർ കാറ് വാങ്ങിച്ചു, അല്ലേ? നല്ല പിരിവ് നടത്തി ലക്ഷങ്ങൾ തന്നെ സഖാക്കന്മാർ എന്നെ വെട്ടിച്ച് അവരെ കുടുംബം നോക്കി. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലോ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്താണ് ചെയ്തത്? ഭാര്യയെയും മരുമോനെയും മക്കളെയും എല്ലാം കൂടെ വിദേശ ടൂർ, വിദേശ ചികിത്സ, പിന്നെ ഹെലികോപ്റ്ററിൽ ഒരു കറക്കം, 3 റൗണ്ട് ആകാശത്തേക്ക് വെടി. എന്നിട്ട് എന്താവാനല്ലേ? ഒരു ചുക്കും നടന്നില്ല. ഇന്നും ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു, അല്ലേ? വീട് ഏത്, സ്ഥലമേത് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ പ്രളയത്തിൽ സംഭവിച്ചിട്ട് ആർക്കൊക്കെ വീട് കൊടുത്തു? ആ കാശ് എന്ത് ചെയ്തു? കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ആർക്ക് കൊടുത്തു? കോടികൾ കൊണ്ട് മരുമോനും എല്ലാവരും കുടുംബസഹിതം ഉണ്ടുറങ്ങുമ്പോൾ ഈ സാധാരണക്കാർ എവിടെ പോയി എന്ന് അന്വേഷിച്ചോ? ഇന്ന് നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും വീട് പൂർത്തീകരിച്ചതായിട്ട് അറിയാമോ? എനിക്കറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. വീണ്ടും ഉളുപ്പില്ലാതെ വന്ന് എന്തിനാണ് ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞിരിക്കുന്നത്? കേരള സർക്കാർ എന്തിനാണ്? ഒരു 10 പൈസ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? കേരള സർക്കാർ സംസ്ഥാനത്തിന് ഇല്ലേ? എന്ത് കാര്യം വന്നാലും ബക്കറ്റും കൊണ്ട് മുഖ്യമന്ത്രി തെണ്ടാനിറങ്ങുന്നത് എന്തിനാണ്? പിന്നെ എങ്ങ് വിട്ടുകളയണം. ഭരിക്കാൻ ആണുങ്ങളുള്ളവർ ഭരിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ കസേര കയറിയിരിക്കുന്നത്? എന്തൊരു ചെറിയൊരു ദുരന്തം വന്നാലും ബക്കറ്റ് പിരിവും തെണ്ടക്കൂന്നും പറഞ്ഞ് ടിവിയുടെ മുന്നിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകരുത് എന്നാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, പലരും ഡ്രോള് കേട്ടിട്ട് ആ ഡ്രോളിൻ്റെ അഭിപ്രായം കൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കുറേ കമ്മികൾ തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് ബക്കറ്റുമായി. ഇതൊന്നും അവിടെ എത്തില്ല കേട്ടോ. നല്ല സഖാക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല. നല്ല സഖാക്കന്മാരും നല്ല ആത്മാർത്ഥമുള്ളവരുണ്ട്. അവർ പിരിക്കുന്നത് ചിലപ്പോൾ അവിടെ എത്തുമായിരിക്കാം. പക്ഷേ 100-ൽ 80% പിരിക്കുന്നതും സ്വന്തം വീട്ടിലെ കീശ വീർപ്പിക്കാൻ വേണ്ടിയായിരിക്കും. സ്വന്തം വീടിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി അവരുടെ വണ്ടിക്കുള്ള പെട്രോള്, അവരുടെ ആഡംബരത്തിനുള്ള കാശ്, പിന്നെ വരുന്ന അരികളെ പിരിച്ചെടുത്ത് വീട്ടിലിരുന്ന് 1 മാസം എങ്ങും പോവാതെ, ജോലിക്കും പോവാതെ തിന്നാൻ വേണ്ടി. അല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും എത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫണ്ട് കൊടുക്കുന്ന പ്രമാണിമാരടുത്തും പണക്കാരന്മാരടുത്തും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആ ദുരന്ത ഭൂമിയിൽ പോയി ആർക്കാണ് അർഹതയുള്ളതെന്ന് കണ്ടെത്തി അവർക്ക് നേരിട്ട്
നിങ്ങൾ കൊടുക്കണം. അത് ദുരന്ത ഭൂമിയിൽ നിന്നും പല വ്യക്തികളും ഇന്നലെ ചാനലിൽ സംസാരിച്ചത് ഇങ്ങനെ തന്നെയാണ്, യൂട്യൂബിൽ വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അവരുടെ ഡ്രോളിലും ഈ പിണറായി സഖാവ് ഇന്നലെ പറഞ്ഞ ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശിടണം, കാശ് കൊടുക്കണം, സഹായിക്കണമെന്ന് പറഞ്ഞ സമയത്തും അതിൻ്റെ താഴെ വന്ന ഡ്രോളുകളിലും ജനങ്ങളുടെ ആവശ്യം ഇത് തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് കൊടുക്കാനോ സഹായിക്കാനോ ഉണ്ടെങ്കിൽ ആ ദുരന്ത ഭൂമിയിൽ ചെന്ന് നേരിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടോ, നേരിട്ട് കൊടു. ഇന്നലെ തന്നെ വിക്രം 20 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ആർക്ക് കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് കൊടുത്തതോ? ആ വിക്രമന്, ആ ആക്ടർക്ക് കൊടുക്കാൻ അങ്ങനെ 20 ലക്ഷം രൂപ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ദുരന്ത ഭൂമിയിൽ വന്ന് കൊടുക്കാമായിരുന്നു. അതിന് അന്തസ്സുണ്ടായിരുന്നു. ഇതെന്തിനെന്നറിയോ? ഇവർക്ക് കൊടുക്കുന്നത് 10 പേരറിയാനും മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റാനോ, അല്ലാതെ സഹായിക്കാൻ വേണ്ടി സന്മനസ്സോടെ സഹായിക്കുന്നല്ലോ കേട്ടോ ഈ വിക്രം. അങ്ങനെയുള്ളവർ ഈ ദുരന്ത ഭൂമിയിൽ ചെന്ന്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഇവിടെ ഈ വിക്രം എന്ന് പറയുന്ന ആക്ടർ ഉദ്ഘാടനത്തിന് വന്നിട്ട് അല്ലേ, അങ്ങനെയുള്ള ഒരാൾ ദുരന്ത ഭൂമിയിൽ നേരിട്ട് ചെന്ന്, അവിടെ സന്നദ്ധ സംഘടനകളുണ്ട്, അതെല്ലാ സംഘടനയും കൊടുക്കില്ല. സേവാഭാരതിയൊക്കെ പക്ക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ അറിയാം, സേവാഭാരതിയൊക്കെ മാക്സിമം സഹായിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ അവരിലേക്ക് എത്തുന്ന സംഘടനകൾക്കോ നേരിട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നേരിട്ട് ആ ദുരന്ത ഭൂമിയിൽ ചെന്ന് നേരിട്ട് കൊടുക്കാം. ആളിനെ കണ്ട് ആർക്കാണ് അർഹതപ്പെട്ടതെന്ന് വെച്ചാൽ 10 രൂപ മുമ്പ് വെച്ച് കൊടുക്കാം. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതവിടെ എത്തില്ല. ഇത് നിങ്ങളേന്ന് വാങ്ങാൻ ധൃതി കാണിക്കും, പക്ഷേ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ധൃതി കാണില്ല. പിന്നെ ഇത് കൂട്ടിവെച്ച് കണക്ക് നോക്കി പിന്നെ ഒരു അമേരിക്കൻ ട്രിപ്പ്, യൂറോപ്പ് ട്രിപ്പ്, മരുമോനും മറ്റൊന്നും കൊടുത്ത് പിന്നെ അതിൽ നിന്ന് വല്ല ബാലൻസും വരുന്നത് പിച്ചക്കാർക്ക് കൊടുക്കും പോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അങ്ങ് എറിഞ്ഞ് തള്ളി കൊടുക്കും. ഈ പേരും പറഞ്ഞ് ഇന്നലെ തന്നെ സഖാക്കൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, വലിയ വക്കറ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, അത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാതെ ആ ദുരിതം നടക്കുന്ന സ്ഥലത്ത് നേരിട്ട്, വയനാട് ഉരുളുപൊട്ടിയ ആ സ്ഥലത്ത് പല സ്ഥലത്തിലും ക്യാമ്പിൽ കഴിയുന്ന പാവപ്പെട്ട വീടും മക്കളും കൂടപ്പുറപ്പുകളും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാതെ വളരെ വേദനയോട് കഴിയുന്നവർക്ക് ഒരാശ്വാസമാകാനെങ്കിൽ നേരിട്ട് പോവുക. അവർക്ക് തുണിയോ ആഹാരമോ എന്ത് വേണമെങ്കിലും നേരിട്ട് ആ പിന്നെ മഹാമാരി അല്ലെങ്കിൽ മഹാദുരന്തം സംഭവിച്ച ആ സ്ഥലത്ത് പോയി നേരിട്ട് നിങ്ങളൊരു ആശ്വാസം വാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ കൊടുക്കരുത്. ഇതവിടെ എത്തില്ല. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഒന്നുകൂടി പറയണം, നിങ്ങൾ എന്തു കൊടുക്കാനുണ്ടോ സഖാക്കളുടെ വക്കറ്റിലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ വയനാടെന്നുള്ള ഏതൊരു വ്യക്തിക്കും പോവാമല്ലോ, അവിടെ ചെന്ന് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നേരിട്ട് കൊടുക്കുക. അവരെ കയ്യിലെത്തും, അവർ വീട് വെച്ച് താമസിക്കും. അവരെ വസ്ത്രവും അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തുണിയോ എന്ത് കാര്യമോ ആവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അവർ എന്ത് ചെയ്താലും അത് നേരിട്ടായിരിക്കും, അവർക്കത് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും പുതിയ വാർത്തകളുമായി അനന്തപുരി വ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും.